അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അൽഹംദുലില്ലാഹ്, എന്താണ് ഇസ്ലാം, ആരാണ് മുസ്ലിം എന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ എന്നാൽ സമഗ്രമായി തന്നെ നാം മനസ്സിലാക്കുകയുണ്ടായി. ഈ ഒരു സംസാരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട സ്തംഭങ്ങൾ എന്താണ്. ഏതൊരു മതവും ഏതൊരു ദർശനവും അതിൻ്റെ വക്താക്കൾക്ക് ചില അടിസ്ഥാന കാര്യങ്ങൾ പറയാനുണ്ടാകും. എന്നാൽ യഥാർത്ഥ മതമായ അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണ്, ഇസ്ലാം നിർമ്മിക്കപ്പെട്ട സ്തംഭങ്ങൾ ഏതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടത് 5 കാര്യങ്ങളിലാണ്. അതിൽ ഒന്ന് ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നുമുള്ള സാക്ഷ്യത്തിൽ, അതാണ് ഒന്ന്. 2 വ ഇഖാമിസ് സ്വലാഹ്, നമസ്കാരം നിലനിർത്തുന്നതിൽ. 3 വ ഈതാഇ സക്കാഹ്, സക്കാത്ത് നൽകുന്നതിൽ. 4 വൽ ഹജ്ജ്, ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിൽ. 5 വസൗമി റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ മുഹമ്മദു അഖ്ബിർനി അനിൽ ഇസ്ലാം, ഓ മുഹമ്മദ്, എനിക്ക് ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, അൽ ഇസ്ലാം, ഇസ്ലാം എന്നാൽ അൻ തഷ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാഹ് വ തുഅ്തിയസ് സകാത്ത് വ തസൂമ റമളാൻ വ തഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദ ചൊല്ലലാണ്, നമസ്കാരം നിലനിർത്തലാണ്, സക്കാത്ത് നൽകലാണ്, റമളാനിൽ നോമ്പ് നോൽക്കലാണ്, സാധിക്കുമെങ്കിൽ ഹജ്ജ് ചെയ്യലാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ നെടും തൂണുകളായി, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളായി അറിയപ്പെടുന്നത്. അതിനാണ് അർക്കാൻ എന്ന് പറയുന്നത്. റുക്ൻ എന്ന് പറഞ്ഞാൽ സ്തംഭം അല്ലെങ്കിൽ തൂൺ, ശക്തമായ ഒന്നിനെ താങ്ങി നിർത്തുന്ന ഘടകത്തിനാണ് റുക്ൻ എന്ന് പറയുന്നത്. അതിൻ്റെ ബഹുവചനമാണ് അർക്കാൻ. അപ്പോൾ അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അർക്കാനുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നെടും തൂണുകൾ, അത് ഈ 5 കാര്യമാകുന്നു. അതിൽ ഒന്നാമത് പറഞ്ഞത് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന് സാക്ഷ്യം വഹിക്കണം. എന്താണ് ഷഹാദ എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു, മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് അറിഞ്ഞ് അംഗീകരിക്കലും നാവുകൊണ്ട് പ്രഖ്യാപിക്കലും പിന്നീട് പ്രഖ്യാപിച്ചതിനനുസരിച്ച് ജീവിക്കുന്നതിനുമാണ് ഷഹാദ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, മറിച്ച് ഹൃദയം കൊണ്ട് പഠിച്ചറിഞ്ഞ് അംഗീകരിക്കണം. അത് മനസ്സിൽ അംഗീകരിച്ചാൽ മാത്രം പോരാ, അത് നാവുകൊണ്ട് പ്രഖ്യാപിക്കണം. അതും പോരാ, പിന്നീട് അതനുസരിച്ച് നാം ജീവിക്കുകയും വേണം. ഇതിനാണ് ഷഹാദ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാമത്തത് അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് അംഗീകരിക്കണം. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ് എന്നാണ് അർത്ഥം, ആരാധിക്കപ്പെടുന്നവൻ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അദ്ദുആ, പ്രാർത്ഥനയാണ് ഇബാദത്ത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല, അല്ലാഹുവല്ലാതെ പ്രാർത്ഥിക്കപ്പെടാൻ അർഹനായി വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് പലരും പല ദൈവങ്ങളെയും ആരാധിക്കുന്നുണ്ടെങ്കിലും സാക്ഷാൽ ആരാധ്യനായ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്.
അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, ന്യായപ്രകാരം ആരാധിക്കപ്പെടുന്നവൻ അല്ലാഹുവല്ലാതെ വേറെയാരുമില്ല. അപ്പോൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. നേർച്ചയും വഴിപാടുകളും അടക്കം ആരാധനയായി എന്തെല്ലാമുണ്ടോ അതെല്ലാം അർഹിക്കുന്നത് അള്ളാഹു മാത്രമാണെന്ന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നു, നാവുകൊണ്ട് പ്രഖ്യാപിക്കുന്നു. ഇനി ഞാൻ അതിനനുസരിച്ച് ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്നതിനാണ് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് റിസാലത്ത്, ദിവ്യ സന്ദേശം മനുഷ്യർക്ക് എത്തിച്ചു നൽകുന്ന ആളുകൾ, അവർക്കാണ് നബിമാർ എന്ന് പറയുന്നത്, പ്രവാചകന്മാർ. അതേപോലെ തന്നെ റസൂലുകൾ, ദൈവദൂതന്മാർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കണം. അഥവാ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് നാവുകൊണ്ട് പ്രഖ്യാപിച്ച് പിന്നീട് ആ പ്രവാചകൻ പറയുന്നതനുസരിച്ച് ജീവിക്കണം. എന്നാൽ മുനാഫിക്കുകളായ ആളുകളെക്കുറിച്ച് സൂറത്തുൽ മുനാഫിഖൂനിലെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖാലു, അവരും പറയുന്നുണ്ട്, നഷ്ഹദു ഇന്നക ല റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന്. എന്നാൽ അവർ അത് പറയുന്നത് കളവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അവർ ഹൃദയത്തിലില്ലാത്തതാണ് പറയുന്നത്. അപ്പോൾ കേവലം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഹൃദയത്തിൽ അതുണ്ടാകണം, എന്നിട്ട് പറയണം. അതേപോലെ തന്നെ ഹൃദയത്തിൽ അറിവുണ്ട്, പറയുന്നില്ലെങ്കിലോ അപ്പോഴും അത് സ്വീകരിക്കപ്പെടുകയില്ല. സൂറത്തുൽ ബഖറയിലെ 146-ാമത്തെ ആയത്തിൽ കാണാം, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, വേദം നൽകപ്പെട്ട ആളുകൾക്ക് മുഹമ്മദ് നബിയെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയാം. പക്ഷെ അവരൊരിക്കലും അത് നാവുകൊണ്ട് അംഗീകരിക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ തയ്യാറായില്ല. അപ്പോൾ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നതോടൊപ്പം നാവുകൊണ്ട് പ്രഖ്യാപിച്ച് ആ പ്രവാചകനെ അനുസരിച്ച് ജീവിക്കുകയും വേണം. ഇതിനാണ് ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് 4 കാര്യങ്ങൾ ബാധ്യതയുണ്ട്. ഏതൊക്കെയാണത്? 1, ത്വാഅതുഹു ഫീമ അമർ, മുഹമ്മദ് നബി എന്താണോ കൽപ്പിക്കുന്നത് ആ വിഷയത്തിൽ അദ്ദേഹത്തെ അനുസരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. വ തസ്ദീഖുഹു ഫീമ അഖ്ബർ, പ്രവാചകൻ എന്തൊരു കാര്യമാണോ ഗൈബിയായ അദൃശ്യമായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്, അത് കഴിഞ്ഞുപോയ ചരിത്രത്തിൽ നിന്നാകട്ടെ, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാകട്ടെ, മരണാനന്തര ജീവിതത്തെക്കുറിച്ചാകട്ടെ, ആ പ്രവാചകൻ പഠിപ്പിച്ചതിനെയൊക്കെ നാം സത്യപ്പെടുത്തണം. വജ്തിനാബു മാ നഹാ അൻഹു വസജർ, അതേപോലെ തന്നെ പ്രവാചകൻ വിലക്കിയ നിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. പ്രവാചകൻ ഒരു കാര്യം നിഷിദ്ധമാക്കിയാൽ അത് നമുക്ക് നിഷിദ്ധമാണ്, ഹറാമാണ്, അതിൽ നിന്ന് മാറി നിൽക്കണം. വ അല്ലാ യുഅ്ബദല്ലാഹു ഇല്ലാ ബിമാ ശറ, ആ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ മാത്രമേ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വക ആരാധനകൾ കെട്ടിയുണ്ടാക്കരുത്, പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല, അതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആ കാര്യം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയെ ഞാൻ അനുസരിക്കണം, ആ പ്രവാചകൻ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കണം, ആ പ്രവാചകൻ നിഷിദ്ധമാക്കിയതൊക്കെ ഞാൻ ഒഴിവാക്കണം, ആ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലേ ഞാൻ അള്ളാഹുവിന് ആരാധനകൾ ചെയ്യാൻ പാടുള്ളൂ. ഈ കാര്യമാണ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ 1-ാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം. ഈ കാര്യം ഒരാൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ 2ാമത് ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ആരാധനയാണ് നമസ്കാരം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വ അഖീമുസ്സലാഹ്, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമസ്കരിക്കണം എന്നല്ല, നമസ്കാരം നിലനിർത്തണം. എന്താണ് നമസ്കാരം നിലനിർത്തണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ ഒന്ന്, ഓരോ 5 വഖ്ത് നമസ്കാരത്തിനും നിർണിതമായ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, ആ സമയങ്ങളിൽ തന്നെ അത് നിർവഹിക്കലാണ്.
ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 103-ാമത്തെ ആയത്തിൽ കാണാം, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം വിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ്. അപ്പോൾ ഫജ്ർ നമസ്കാരമുണ്ട്, സുബഹി നമസ്കാരം, ളുഹർ നമസ്കാരം, അസർ നമസ്കാരം, മഗ്രിബ് നമസ്കാരം, ഇശാ നമസ്കാരം. ഓരോ നമസ്കാരങ്ങളും അതതിൻ്റെ സമയത്ത് നിർവഹിക്കുന്നതിനാണ് സമയത്ത് നമസ്കരിക്കുക എന്ന് പറയുന്നത്. നമസ്കാരം നിലനിർത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അതാണ്. അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, വസല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഞാൻ നമസ്കരിച്ചത് എപ്രകാരമാണോ അതേപോലെ നമസ്കരിക്കണം. അപ്പോൾ സ്വന്തം വക നമസ്കാരം കെട്ടിയുണ്ടാക്കാതെ എങ്ങനെയാണോ പ്രവാചകൻ നമസ്കരിക്കാൻ പഠിപ്പിച്ചത് അതേപോലെ നമസ്കരിക്കണം. ഏതൊക്കെ നമസ്കാരങ്ങളാണോ പ്രവാചകൻ പഠിപ്പിച്ചത് അത്തരം നമസ്കാരങ്ങളെ നമുക്ക് പാടുള്ളൂ. ഈ നിലക്ക് പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ, പ്രവാചകൻ പഠിപ്പിച്ച സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ 5 വഖ്ത് നമസ്കാരം നിലനിർത്തുന്നതിനാണ് ഇഖാമത്തുസ്സല എന്ന് പറയുന്നത്. ആരെങ്കിലും ആ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ നിഷേധിയായിത്തീരും. അതുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്, അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹുമുസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫർ. വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ വേർതിരിക്കുന്ന കരാർ എന്ന് പറയുന്നത് നമസ്കാരമാണ്. ആരാണോ നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നത് അവൻ സത്യനിഷേധിയായിത്തീരും. അതുകൊണ്ടൊരു യഥാർത്ഥ മുസ്ലിം കൃത്യമായും 5 വഖ്ത് നമസ്കരിക്കണം. പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാഅത്തായി തന്നെ ആ നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട്. 3-ാമത്തെ കാര്യമാണ് വ ഈതാ ഉസ്സക്കാ, സക്കാത്ത് നൽകണം. അഥവാ തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു നിശ്ചിത അളവ് എത്തുകയും ആ അളവെത്തിയ ധനം ഒരു ചന്ദ്രവർഷം അതിന്മേൽ പൂർത്തിയാവുകയും ചെയ്താൽ അതിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം ഫക്കീറുകളുടെ, ദരിദ്രരുടെ അവകാശമായി കൊണ്ട് നൽകുന്നതിനാണ് സക്കാത്ത് നൽകുക എന്ന് പറയുന്നത്. ഖുർആനിൽ നമുക്ക് കാണാം, വആതു സക്കാ, നിങ്ങൾ സക്കാത്ത് നൽകണം. കാരണം നിങ്ങളുടെ ധനത്തിൽ നിന്ന് സൂറത്തു ദാരിയാത്തിലെ 19-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം, നിങ്ങളുടെ ധനത്തിൽ നിന്ന് ചോദിച്ചു വരുന്നവർക്കും തടയപ്പെട്ടവർക്കും ഒരു അവകാശമുണ്ട്. ഈ അവകാശം നിങ്ങൾ നൽകേണ്ടതാണ്. അപ്പോൾ സക്കാത്ത് എന്ന് പറയുമ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു നിശ്ചിത ധനം വരികയും ആ നിശ്ചിത ധനം ഒരു വർഷം അതിൻ്റെ മേൽ കഴിയുകയും ചെയ്താൽ, ഒരു ചന്ദ്രവർഷത്തോളം അത് അയാളുടെ കൈകളിലുണ്ടെങ്കിൽ, അത് സ്വർണമാണെങ്കിൽ, അതേപോലെ വെള്ളിയാണെങ്കിൽ, കറൻസിയാണെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്തായി ഫക്കീറുകൾക്ക്, മിസ്കീനുകൾക്ക്, അതേപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന നിർണിതമായ 8ഓളം അവകാശികളുണ്ട്. ആ അവകാശികൾക്ക് നൽകേണ്ടതാണ്. ഇതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഈ സക്കാത്ത് നൽകലും ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ 3-ാമത്തതാണ്. 4-ാമത്തത് വസൗമു റമദാൻ, റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുവാൻ വേണ്ടി, അഥവാ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുവാൻ വേണ്ടി, ആത്മസംസ്കരണം നേടിയെടുക്കുവാൻ വേണ്ടി, ആത്മാവിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി, സ്വന്തത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശീലനം എന്നുള്ള നിലക്ക് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ്. എപ്പോഴാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്? സൂറത്തുൽ ബഖറയിലെ തന്നെ 185-ാമത്തെ ആയത്തിൽ കാണാം, ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. ഹുദൽ ലിന്നാസി വ ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്കുള്ള മാർഗദർശനവും സത്യാസത്യ വിവേചനവുമായി കൊണ്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫലിയസും, ആരാണോ റമദാനിൽ ഹാജറുള്ളത്, അഥവാ രോഗികളല്ലാത്ത ആളുകൾക്കും യാത്രക്കാരല്ലാത്ത ആളുകൾക്കും റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാണ്. രോഗികളും യാത്രക്കാരും പിന്നീടത് നോറ്റ് വീട്ടേണ്ടതാണ്. അപ്പോൾ റമദാൻ മാസം മുഴുവൻ, അത് 29 ദിവസമാണെങ്കിൽ 29, 30 ദിവസമാണെങ്കിൽ 30 നോമ്പും പകൽ സമയത്ത് അനുഷ്ഠിക്കണം. ഫജ്ർ ബാങ്ക് മുതൽ മഗ്രിബ് ബാങ്ക് വരെയുള്ള സമയത്ത് ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, സ്ത്രീകളുമായി അഥവാ ഇണകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ടും നാവിനെയും
സ്വഭാവത്തെയുമൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അങ്ങേയറ്റം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ലത് മാത്രം പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്ന രീതിക്കാണ് സിയാം എന്ന് പറയുന്നത്. ഇത് റമദാൻ മാസത്തിൽ വിശ്വാസികളുടെ മേൽ നിർബന്ധമാണ്. ഇത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ 4-മത്തതായി അറിയപ്പെടുന്നു. 5-മത്തതാണ് അൽ ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം. ഹജ്ജിൻ്റെ മാസത്തിൽ മസ്ജിദുൽ ഹറമിൽ പോയിക്കൊണ്ടും ഹറമിൻ്റെ പരിസരങ്ങളിലുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ടും പ്രത്യേകമായ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ആരാധനക്കാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഇഹ്റാമിൽ നിശ്ചിത സ്ഥലങ്ങളിലെത്തിയതിന് ശേഷം ഇഹ്റാമിൽ പ്രവേശിക്കുന്നു, കഅബാലയം ത്വവാഫ് ചെയ്യുന്നു, സഫ മർവ കുന്നുകൾക്കിടയിലൂടെ ഓടുന്നു, അറഫയിൽ നിൽക്കുന്നു, മിനയിൽ താമസിക്കുന്നു, മുസ്ദലിഫയിലേക്ക് പോകുന്നു, ജംറകളിൽ കല്ലെറിയുന്നു. അങ്ങനെ തുടങ്ങി വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം. ഈ നിലക്കുള്ള ആരാധനാകർമ്മങ്ങൾ, നിശ്ചിതമായ ആരാധനാകർമ്മങ്ങൾ നിശ്ചിതമായ മാസത്തിൽ അഥവാ ദുൽഹജ്ജ് മാസത്തിൽ നിർവഹിക്കുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അത് കഅബാലയത്തിൽ പോയി നിർവഹിക്കൽ കഴിവുള്ളവർക്ക് നിർബന്ധമാണ്. അഥവാ പോകാനുള്ള ആരോഗ്യമുണ്ട്, പോകുവാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, യാത്രക്ക് മറ്റു തടസ്സങ്ങളില്ല എങ്കിൽ അവർ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 97 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനുഷ്യരിൽ നിന്ന് ലഭിക്കേണ്ട അവകാശമാണ് കഴിവുള്ള ആളുകൾ പരിശുദ്ധ ഹറമിൽ പോയി ഹജ്ജ് ചെയ്യേണ്ടതാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു, നിങ്ങൾക്ക് അല്ലാഹു ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതിനാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യുക. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും എല്ലാവരും ഹജ്ജ് ചെയ്യണമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം അവലംബിച്ചു. 3 തവണ ആ വ്യക്തി ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബത്, അതേ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമാകും. അതുകൊണ്ട് അങ്ങനെ വേണ്ടതില്ല. വലമസ്തതാഅതും, നിങ്ങൾക്ക് കഴിയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഒരു ഹജ്ജ് മാത്രമാണ് നിർബന്ധം, ഒരു ഹജ്ജ് മാത്രമാണ് നിർബന്ധം, ബാക്കിയുള്ളത് ഐച്ഛികമാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യുക, 5 വഖ്ത് നമസ്കാരം കൃത്യമായി നിലനിർത്തുക, റമളാനിൽ നോമ്പനുഷ്ഠിക്കുക, തങ്ങൾക്ക് ലഭിച്ച ധനത്തിൽ നിന്ന് നിശ്ചിതമായ ഓഹരി കഴിവുള്ള ആളുകൾ സക്കാത്തായി പാവങ്ങൾക്ക് നൽകുക, അതോടൊപ്പം ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ആ അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകന്മാരെ അനുസരിക്കുകയും ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതെല്ലാം വിശ്വസിച്ച് അംഗീകരിച്ച് ആ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുക. ഇതിനാണ് അർക്കാനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇതാകുന്നു ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഇതിലേതെങ്കിലും ഒന്നിനെ ആരെങ്കിലും മനഃപൂർവ്വം നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. നമസ്കരിക്കേണ്ടതില്ല എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. റമളാനിൽ നോമ്പ് നിർബന്ധമല്ലെന്നൊരാൾ പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. കഴിവുണ്ടെങ്കിലും ഹജ്ജ് ചെയ്യേണ്ടതില്ല എന്നൊരാൾ പറഞ്ഞാൽ ഞാൻ ഹജ്ജിനെ നിഷേധിക്കുന്നു, അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. സക്കാത്ത് കൊടുക്കേണ്ടതില്ല, അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കേണ്ടതില്ല എന്ന് പറയുകയോ ചെയ്താലും അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഈ പഞ്ചസ്തംഭങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളായി അറിയപ്പെടുന്നതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.